ഹായ് ഫ്രണ്ട്സ്, ടൈറ്റോ ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ക്യൂബ് സ്പീക്കറിൻ്റെ റീസ്റ്റോറേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയ ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്യിച്ച് എടുത്തതാണ്. അപ്പം ആ ട്രാൻസ്ഫോമറിനെ കുറിച്ചുള്ള വീഡിയോ ആണിന്ന്. ഇത് കോപ്പർ ചെയ്തെടുത്തേക്കുന്ന ട്രാൻസ്ഫോമറാണ്. പിന്നെ സെക്കൻഡറി സൈഡ് എന്ന് പറയുമ്പോൾ 3 ടാപ്പിങ്ങുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറി വോൾട്ടേജുകൾ ഇത് പ്രൈമറിയാണ്. 0-230 വോൾട്ടേജ് കൊടുക്കണം. അപ്പം പ്രൈമറിയിൽ റെഡ് വയർ കണക്ട് ചെയ്തേക്കുന്നത് പ്രൈമറി ഇൻപുട്ടാണ്, 0-230 വോൾട്ടേജാണ്. ഇത് സെക്കൻഡറി സൈഡാണ്. സെക്കൻഡറി സൈഡ് നമ്മൾ 3 സെക്ഷനായിട്ട് ടാപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ആംപ്ലിഫയർ സെക്ഷന് വേണ്ടി, പിന്നെ BT ബോർഡിന് വേണ്ടി, പിന്നെ നമ്മുടെ എക്കോഡിയിലെ പ്രീ ആംപ് സെക്ഷന് വേണ്ടി. അങ്ങനെ സെപ്പറേറ്റ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പോൾ സെക്കൻഡറി സൈഡ് വന്നേക്കുന്ന വോൾട്ടേജുകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ആംപ്ലിഫയറിൻ്റെ ബോർഡിലേക്ക് പോകാനുള്ള വോൾട്ടേജാണ് 24-0-24 ആണ്. അപ്പോൾ ആംപ്ലിഫയർ ബോർഡ് വർക്ക് ചെയ്യുന്നത് മാക്സിമം 35 വോൾട്ടേജിലാണ്. അപ്പോൾ നമുക്ക് 24-0-24ൻ്റെ വോൾട്ടേജാണ് കൊടുക്കേണ്ടത് AC. അപ്പോൾ 24-0-24 3 ആംപ്സ് ആണ് നമ്മളിവിടെ നമ്മൾ ചെയ്യിച്ചേക്കുന്നത്, വൈൻഡ് ചെയ്യിച്ചേക്കുന്നത് 3 ആംപ്സ് ആണ്. അപ്പോൾ നമുക്കത് സഫിഷ്യൻ്റ് ആണ്. നമ്മുടെ യൂസ് ചെയ്യുന്ന ബോർഡിന് 3 ആംപ്സ് മതി, 3 ആംപ്സിൻ്റെ അടുത്ത് മതി. അപ്പം അടുത്തത് നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ പ്രീ ആംപ് സെക്ഷനിലേക്ക്, എന്ന് പറഞ്ഞാൽ എക്കോഡിയിലേക്കുള്ള കരോക്കെ ബോർഡിലേക്കാണ്. അപ്പോൾ അതിന് നമുക്ക് 12-0-12 ആണ് വേണ്ടിയത്. 12-0-12 1 ആംപിയർ. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തേക്കുന്നത് 12-0-12 ആണ്. വോൾട്ടേജ് 1 ആംപിയർ ആണ്. 1 ആംപിയർ സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അത് മതി. പിന്നെ നമ്മൾ BT ബോർഡിന് വേണ്ടിയാണ്. BT ബോർഡിന് നമുക്ക് 12 വോൾട്ട് മതി. അത് സിംഗിൾ സപ്ലൈ ആണ്. അപ്പം 0-12 ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം BT ബോർഡ് വർക്ക് ചെയ്യുന്നത് സിംഗിൾ സപ്ലൈയിലും, ആംപ്ലിഫയർ ബോർഡും അതുപോലെ തന്നെ കരോക്കെ ഡിലേക്കോ അത് വർക്ക് ചെയ്യുന്ന പ്രീ ആംപ് ബോർഡ് ഡുവൽ പവർ സപ്ലൈയിലും വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. കോപ്പറിൽ ചെയ്തിട്ടേക്കുന്ന ട്രാൻസ്ഫോമറാണ്. ഇത് പ്രൈമറി സെക്ഷനാണ്. അപ്പം പ്രൈമറി റെഡ് വയർ കണക്ട് ചെയ്യിക്കുന്നത് പ്രൈമറി 0-230 വോൾട്ടേജ് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ വോൾട്ടേജുകൾ നമുക്ക് വരും. ഞാൻ ഓൾറെഡി മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കി. അപ്പം വോൾട്ടേജൊക്കെ ഓക്കെയാണ്. നമുക്ക് ലോഡ് കൊടുത്ത് ചെക്ക് ചെയ്യാം. പറഞ്ഞേക്കുന്ന ആംപിയർ തന്നെയാണോ അവർ ചെയ്തേക്കുന്നത് ചെക്ക് ചെയ്യണം. അത് ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പം വീഡിയോയിൽ ചിലപ്പോൾ ഉൾപ്പെടുത്തുന്നില്ല. പിന്നെ ഇത് നമുക്ക് ക്യൂബ് സ്പീക്കറിൻ്റെ റീസ്റ്റോറേഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിനകത്ത് സെക്കൻഡറി സൈഡാണിത് 0-230, അതുപോലെ 12-0 സെക്കൻഡറി സൈഡ് 0-12 വോൾട്ട്, അതുപോലെ തന്നെ 12-0-12 ഉണ്ട്, 24-0-24 ഉണ്ട്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ ബോർഡ് വർക്ക് ചെയ്യുന്നത് മാക്സിമം 35 വോൾട്ടേജാണ്. 35 പ്ലസ് 35 മൈനസ്, അങ്ങനെ ഡുവൽ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ 24-0-24 AC കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റർ ഫിൽട്രേഷനൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 31-32 വോൾട്ടേജ് കിട്ടും. നമുക്ക് മാക്സിമം 35-ന് മുകളിൽ പോകാൻ പാടില്ല ആംപ്ലിഫയർ ബോർഡ്. അപ്പോൾ അതാണ് ഡിസൈൻ ചെയ്തേക്കുന്ന ആ രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ ക്യൂബ് സ്പീക്കറിൻ്റെ റീസ്റ്റോറേഷൻ്റെ 1, 2, 3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് വർഷമല്ല, ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചെയ്തതാണ്. പിന്നെ ഒരുപാട് താമസിച്ച് പോയി ഇതിൻ്റെ അടുത്ത സെക്ഷൻ ഇത് ചെയ്യാൻ വേണ്ടി. കാരണം തിരക്കും ഒക്കെ ആയി കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഏതായാലും ഞാനിപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്തിട്ടുണ്ട്. കോപ്പർ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ആയിട്ടുണ്ട്. നല്ല അത്യാവശ്യം പ്രൈസ് ഈ ട്രാൻസ്ഫോമറിന് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ.